ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ ബാലവിക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് ടു ഒരു നൈറ്റ് ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒത്തിരി നാളായി നമ്മൾ ഒരു ഈവനിങ് റൊട്ടീൻ ഷെയർ ചെയ്തിട്ടല്ലേ. സോ നമ്മളിപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ കൽപ്പാത്തിൻ്റെല്ലോ പാലക്കാട് അങ്ങോട്ട് പോകാൻ നിൽക്കല്ല, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത്. വേറെ ഒന്നല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മാസം എന്ന് പറയുന്നത് ഈ വൃശ്ചിക മാസമാണ് കേട്ടോ. നല്ല ഫീലിംഗ്, നല്ല ക്ലൈമറ്റ്, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കാറ്റ്, ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാസമായതുകൊണ്ട്. പ്രത്യേകിച്ച് ഈ പാലക്കാട്, കോയമ്പത്തൂർ ആ ഒരു ഭാഗങ്ങളിൽ ഈവനിങ് ടൈമിൽ അമ്പലത്തിലൊക്കെ പാട്ട് വെച്ച് അതിലും നല്ലൊരു മൂഡ് വേറെ ഇല്ല അല്ലേ. ഇങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലേസിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈവനിങ് ടൈമിൽ ഇറങ്ങിയത്. പക്ഷേ നമ്മളിങ്ങനെ പാലക്കാട് ആ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും ഈ പാർട്ടിക്കാരൻ്റെ സമ്മേളനവും DJയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ജാതിയൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ടു. ആ ബ്ലോക്കും നമ്മൾ എൻജോയ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, ഇതിപ്പോൾ പാർട്ടിക്കാരുടെ സമ്മേളനം ആയാലും അവർ ഈ DJ റിമിക്സ് നല്ല നല്ല സോങ്ങൊക്കെ വെച്ചിട്ട് ചേച്ചിമാരും ചേട്ടന്മാരും അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് നമ്മളിങ്ങനെ ബ്ലോക്കിലൊക്കെ വിട്ട് നമ്മൾ കൽപ്പാത്തിയിലേക്ക് എത്തി. എവിടേക്കോ കാറ് ചേട്ടൻ പാർക്ക് ചെയ്തിട്ട് ശരിക്കും നമ്മുടെ ആറാട്ടുപുഴ പൂരമുണ്ടല്ലോ, അതിന് നമ്മൾ ഒത്തിരി ഉള്ളിലേക്ക് നടക്കാനായിട്ടുണ്ടായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിന് ഒത്തിരി ഉള്ളിലേക്ക് നടക്കണം. അതേപോലെ ആയിരുന്നു ആ ഒരു അഗ്രഹാരം ഫുള്ള് നമ്മൾ നടന്നിട്ട് വേണം ആ ഒരു തേരിൻ്റെ ഭാഗത്തേക്ക് എത്താനായിട്ട്. നടന്ന് വീയാണ്ടായിട്ടാണ്. അപ്പം നമ്മൾ ഈ തേര്, അതായത് കൽപ്പാത്തിയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് കൽപ്പാത്തി തേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ശനിയാഴ്ച ഈവനിങ് നൈറ്റൊക്കെ ആയിരുന്നു ആ ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. വ്യാഴം വെള്ളി നൈറ്റോട് കൂടി കൽപ്പാത്തി തേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടി നമ്മൾ വിചാരിച്ച് തിരക്ക് കുറവല്ലേ, അപ്പോൾ സുഖമല്ലേ കാണാനായിട്ട്, തേര് കാണാനായിട്ട് നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു ദിവസം നമ്മൾ ചൂസ് ചെയ്തിറങ്ങിയത്. പക്ഷേ അവിടെ നല്ല തിരക്ക്, അയ്യോ ഒടുക്കത്തെ തിരക്കായിരുന്നു. നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ആ തേരിൻ്റെ അവിടേക്ക് എത്താറായപ്പോൾ ആദ്യമേ തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒത്തിരി കടകളുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മളുടെ കൽപ്പാത്തി തേരിൻ്റെ അവിടെ എത്തിയത്. അങ്ങനെ കൽപ്പാത്തി തേരിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്, ഒരു ഫോട്ടോ പോലും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ നെറ്റ് വരെ നമുക്ക് ഭയങ്കര സ്ലോ ആവുക, ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ വരെ നമുക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും തിരക്കാവുന്നിട്ട് ആ ഒരു സമയത്ത്. പിന്നെ ഞാൻ ഈ കൽപ്പാത്തി തേര് കാണാൻ അതായത് അത് കാണണം, അത് ഫസ്റ്റത്തെ ഒരു കാര്യം. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, എനിക്ക് ഈ അഗ്രഹാരം കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടായിരിക്കണം എൻ്റെ മനസ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നല്ല വീട്, ഫ്രണ്ടിൽ കോലൊക്കെ ഇട്ട്, അതുപോലെ തന്നെ പൂവൊക്കെ ഞാത്തിയിട്ട്, നല്ല എന്താ പറയുക, ഭയങ്കര പഴയ വീടും കാര്യങ്ങളും ആ ഒരു രീതിക്കായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അതൊന്നും നമുക്ക് കാണാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ വീടുകളിലും ഫ്രണ്ടിലും ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് കടകളൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ, അതായത് തേരിൻ്റെ അവിടെ ലെഫ്റ്റ് റൈറ്റൊക്കെ ഒത്തിരി അഗ്രഹാരങ്ങളിൽ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയധികം തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നമ്മളവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മലൊക്കെ വാങ്ങി. ഞാൻ സത്യത്തിൽ ഒരു കമ്മൽ ഭ്രാന്തിയാണ് കേട്ടോ. എവിടെ കമ്മലിൻ്റെ സ്റ്റാൾ കണ്ടാലും ഞാൻ നിർത്തിയിട്ട് വാങ്ങും. അങ്ങനെ കമ്മലും വാങ്ങി. ബാഗൊക്കെ അവിടെ 100 രൂപ ഉണ്ടായിരുന്നല്ലോ. ബാഗൊക്കെ പർച്ചേസ് ചെയ്ത് അലുവയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ യൂട്യൂബിൽ വർണ്ണാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. വർണ്ണ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ അക്കൗണ്ട് ഞാൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോസ് ഞാൻ കാണാറുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ വീട് കൽപ്പാത്തിയിലാണ്, ഈ അഗ്രഹാരത്തിലാണ്. അപ്പോൾ അഗ്രഹാരത്തിൻ്റെ ഒരു ബ്യൂട്ടിയും നല്ല രീതിക്ക് കാണിച്ചു തരുമ്പോൾ എനിക്കൊന്നും കൂടി കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊന്നും എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഭയങ്കര മിസ് ചെയ്തു. ഈ സത്യത്തിൽ ഒരു വീഡിയോയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ കൊതിച്ചു. കാരണം നല്ല തിരക്കായിരുന്നു, നമുക്ക് അതിനൊന്നും പറ്റണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയും തേര് കണ്ടിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ കയറി. നമുക്ക് ഇച്ചിരി മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ പള്ളിപ്പെരുന്നാളാണ്, കാച്ചേരി പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബബ്ലൂസ് കുറച്ച് ടോയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഈ ആനയുണ്ടല്ലോ, ആന ലൈറ്റ് കത്തുന്നതൊക്കെ മേടിച്ച് അവന് എന്ത് കിട്ടിയാലും ആ ശിവൻ്റെ അവിടെ കൊണ്ട് വയ്ക്കണം. ശിവന് കൊടുത്തിട്ടാണ് പിന്നെ അങ്ങോട്ട് ഇരുന്ന് കളിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കാറിലൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് കണ്ട് ഇങ്ങനെ നമ്മളിവിടെ പള്ളിപ്പെരുന്നാളുടെ ഭാഗത്തേക്ക് എത്തിയിട്ട് അവിടെയും നല്ല തിരക്കായിരുന്നു. അമ്പിൻ്റെ ടൈമായിരുന്നു. നാസിക് ഡോള്, ചിങ്കാരിമേളം, തിക്കും തിരക്കും ബഹളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയില്ല.
അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടുത്തൊക്കെ വഴികളിൽ വീടിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഹോട്ടലിലൊന്നും കയറിയില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒല്ലൂർ സൂഫിയിൽ കുഴിമന്തി കിട്ടും. ബെസ്റ്റ് കുഴിമന്തിയാണ് കേട്ടോ. അപ്പോൾ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടൈമിങ് കറക്റ്റാണ്. നമ്മൾ എത്തണ ടൈമും ആ ഒരു ഫുഡ് ആക്കിയിട്ടുള്ള ടൈമും കറക്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര സമാധാനമായി. ഈ ക്രൗഡിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെ വീട്ടിൽ ഇച്ചിരി വെള്ളം കുടിച്ചാലും തന്നെ ഭയങ്കര സമാധാനമാവില്ല. അങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. നല്ല കുഴിമന്തി മയോണൈസ് അൽഫാം കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. നേരെ ഫ്ലാറ്റിലേക്ക് പോയി കുളിച്ച് ഫ്രഷായിട്ട് ഇതേ കിടക്കണം. അവൻ്റെ ടോയൊക്കെ കൊണ്ടിട്ട് ബബ്ലൂസ് നല്ല കളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കുഞ്ഞൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.